നിങ്ങളുടെ കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണോ? അതെ, ലോകത്ത് ഓരോ 6 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കുട്ടിക്കെങ്കിലും ഇന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എന്റെ കുട്ടിക്ക് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം മതിയോ? നമ്മുടെ ഓരോ കുട്ടികളുടെയും ബുദ്ധിവികാസം വ്യത്യസ്തമല്ലേ? എന്തിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിലേതാനും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു കുട്ടിയുടെ പാരന്റ് എന്നുള്ള നിലയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയാ കാര്യങ്ങൾ അറിയേണ്ടത്? എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഇവനെ ചേർത്തെന്ന് പറയാമോ? ജനറൽ സ്കൂളിൽ പോകുന്നത് കൊണ്ട് കുട്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പോകരുതെന്നോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മാത്രം മതി കുട്ടി ജനറൽ സ്കൂളിൽ പോകുകയേ വേണ്ട എന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. ജനറൽ സ്കൂളിൽ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടുന്ന ഒരു സപ്ലിമെന്ററി എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ജനറൽ സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് എഴുത്തിലോ വായനയിലോ ഗണിതത്തിലോ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ അതിന്റെ യഥാർത്ഥ സോഴ്സ് കണ്ടെത്തി പരിഹരിക്കുകയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ചെയ്യുന്നത്. എപ്പോഴാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എൻ്റെ കുഞ്ഞിക്ക് കൊടുക്കേണ്ടത്? അതിന് പ്രായപരിധി ഉണ്ടോ? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങണം? 6 വയസ്സിന് ശേഷം മതിയോ, 3 വയസ്സിന് ശേഷം മതിയോ എന്നൊക്കെ പല ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. ജനനം മുതലേ എപ്പോൾ വേണമെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും 1, 2, 3 എഴുതാൻ പഠിക്കുക, അല്ലെങ്കിൽ ABCD എഴുതാൻ പഠിക്കുക, അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കുക ഒക്കെ 6 വയസ്സിന് ശേഷമല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേവലം എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, എണ്ണാൻ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ചുറ്റുമുള്ള പരിസരബോധം ഉണ്ടാക്കുക, ആളുകളെ കണ്ടാൽ തിരിച്ചറിയുക, ചിരിക്കുക എന്നതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പ്രായപരിധിയില്ല. മാത്രമല്ല, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ അസസ്മെന്റ് ടൂളുകളായ ഉപനയൻ, പോർട്ടേജ് ഗൈഡ്, ആരംഭ് തുടങ്ങിയവ വീട്ടിൽ തന്നെ വെച്ച് പരിശീലിപ്പിക്കാവുന്നത് കൂടിയാണ്. എൻ്റെ കുട്ടി ഇപ്പോൾ പഠിക്കാൻ കുറച്ച് വേക്കാണ്. പിന്നെ അവനെ നോർമൽ സ്കൂളിൽ വിട്ടാൽ പോരെ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടി കുറച്ച് ബാക്കിലാണ്, മുന്നിലേക്ക് പോവും, ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കുമായിരിക്കും. എന്നാൽ അത് വളരെ കാലതാമസം എടുക്കുന്നതായിരിക്കും. എന്നാൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ കണ്ട് പെട്ടെന്ന് ശരിയായ ഒരു സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ്മെന്റ്സ് പെട്ടെന്ന് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലതായിരിക്കും.